ശബരിമലയിൽ ഇന്ന് വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് രാവിലെ 8 മണി മുതൽ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം 30,000 കടന്നു. 8 മണി വരെ. മണ്ഡലകാലം ആരംഭിച്ച് 20 ദിവസം പിന്നിടുമ്പോൾ റെക്കോർഡ് വർധനയാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാണുന്നത്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, ഇന്ന് ഒരുപക്ഷെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് അത്ര ഒരു അവധി ദിവസമല്ല. എന്താണ് അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കൂടാൻ കാരണം? ഗുഡ് മോർണിംഗ് എസ് കെ. അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിൽ ഇന്ന് വലിയൊരു വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 8 മണിവരെ പിന്നിടുമ്പോൾ 33,626 ഭക്തരാണ് നിലവിൽ ദർശനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നേരിയ കുറവ് തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആയപ്പോൾ അത് 80,000, ശരാശരി എണ്ണമായ 80,000 കടന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ വലിയ ക്യൂ ആണ് ഭക്തജനങ്ങൾ അനുഭവിക്കുന്നത്. 3 മണിക്കൂറോളം അവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്തായാലും തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ തന്നെ ഈ സന്നിധാനത്തിന്റെ ഫ്ലൈ ഓവറിലടക്കം വലിയ ഒരു ക്യൂ രൂപപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇന്ന് ശബരിമലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡിസംബർ 6 ഡിസംബർ 6 പശ്ചാത്തലത്തിലാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പമ്പ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായി തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, NDRF, മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടക്കം റൂട്ട് മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ശക്തമായ സുരക്ഷാ ക്രമീകരണത്തോടു കൂടിയുള്ള തീർത്ഥാടനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ, ശബരിമലയിൽ ആദ്യമായാണ് 20 ദിവസം പിന്നിടുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടക്കുന്നത്. ആദ്യമായാണ് ഇങ്ങനെ 15 ലക്ഷം കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. വരുമാനത്തിനും വർധനമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ വരുമാനത്തിനും വലിയ വർധനയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനം വഴി എത്തുന്ന തീർത്ഥാടകർ കൃത്യമായ സമയക്രമം പാലിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. ഇനി അത്തരത്തിലേക്ക് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഭക്തരെ പല സ്ഥലങ്ങളടക്കം തടയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നു. എന്തായാലും ഒരു മനോഹരമായ തീർത്ഥാടന കാലം, ഇത്ര വലിയ തിരക്കുണ്ടെങ്കിലും ആ സുരക്ഷാ ക്രമീകരണമൊക്കെ ശക്തമാകുന്ന ഈ സാഹചര്യത്തിലും അത് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും പറയുന്നത്. അത് അഭിമാനകരമായ കാര്യമാണെന്നും പറയുന്നു. എസ് കെ, ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.